അതിരുകൾക്കപ്പുറം പാരസ്പര്യത്തിൻ്റെ ലോകം എന്നാണ് ഈ ഫെസ്റ്റിവലിൻ്റെ മുദ്രാവാക്യം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് നിലവിലിവിടെ ഉണ്ടായിരുന്ന അതിരുകളെ ലംഘിക്കാൻ നടത്തിയ സമരത്തെക്കുറിച്ചുള്ള ആലോചനകളാണ്. ഈ സമയത്ത് എൻ്റെ കൂടെ ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ വിമർശകൻ, നാടകപ്രവർത്തകൻ, നാടകരചയിതാവ്, പ്രഭാഷകൻ എന്നിങ്ങനെ പല മേഖലയിൽ സാംസ്കാരിക വിമർശനത്തിൻ്റെ പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന രാജഗോപാലൻ മാഷാണ്. അദ്ദേഹത്തെ വിദ്യാർത്ഥികൾക്ക് പരിചയം ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കേളു എന്ന നാടകം വിദ്വാൻ പി കേളുനായരുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹവും ശശിധരൻ സാറും ചേർന്ന് എഴുതിയത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഹപാഠികളായിട്ട് കൂടെയുള്ളത് വി കെ സജീവൻ സാർ. അദ്ദേഹം ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. പി കുഞ്ഞിരാമൻ നായർ വായനശാലയുടെ ജനറൽ സെക്രട്ടറിയാണ്. സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അനീഷ് സാർ KKTKM ഗവൺമെന്റ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനാണ്. നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേളുനായരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന അനീഷ് സാറിനെയും ഈ സെഷനിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വിദ്വാൻ പി കേളുനായരുടെ ജനനം. 1901. വെറും 29 വർഷം മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന പ്രയോഗത്തിന് ഏറ്റവും സാർത്ഥകമാവുന്ന നിലയിൽ സ്വന്തം ജീവിതം കൊണ്ട് ഈ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ഒരു പ്രതിഭയെയാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച വിജ്ഞാനദായിനി വായനശാലയുടെ 100 വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ് നമ്മൾ ഈ വേദിയിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സാധാരണ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യ സമരം എന്നതിനപ്പുറത്ത് ദേശീയ പ്രസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിരവധി ഒഴുക്കുകളുടെ ഒരു കൂടിച്ചേരലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം. അതിൽ ഒരേ സമയം ഒരു സമരഭടനായും സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്ന സമരഭടനായും അതേസമയം ഇവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും ഐത്തത്തിനും ഒക്കെ എതിരെ വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തകനായിട്ടും ഒപ്പം ആളുകളിലേക്ക് അറിവിൻ്റെ പുതിയ വഴികൾ തുറന്നുവിടാൻ നാടകത്തെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയ ഒരു സാംസ്കാരിക പ്രവർത്തകനായിട്ടും അങ്ങനെ പല നിലയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ് വിദ്വാൻ പി കേളുനായരുടെ. കേളുനായരുടെ ജീവചരിത്രത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ വേണ്ടി ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തിയ ഒരാളാണ് രാജഗോപാലൻ മാഷ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു പി കേളുനായർ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ചരിത്രം രചിച്ചത് എന്ന കാര്യം. സാർ, ഇവിടെ പറഞ്ഞ പോലെ 1901 കേളുനായർ ജനിക്കുന്നത്. 28 വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ആത്മഹത്യ തന്നെയാണ്, പക്ഷെ അത് കൊലപാതകവുമാണ്. കേളുനായരെ ഉൾക്കൊള്ളാനുള്ള സാംസ്കാരികമായ അയവും വലിപ്പമൊന്നും അന്നത്തെ കേരള സമൂഹത്തിനില്ല. അന്നത്തെ കാലഘട്ടയും നീലേശ്വരത്തെയും സമൂഹത്തിനില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഞെരുക്കത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയാം. അത് കൊലപാതകമാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഇപ്പോൾ പോലും ആളുകൾക്ക് പറ്റുന്നില്ല. ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ചില ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആവിഷ്കരിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാനുള്ള മടി നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. നമ്മൾ വളരെ യാഥാസ്ഥിതികമായിട്ട് പെരുമാറുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അന്ന് കാര്യം പറയേണ്ടതില്ല. ജാതീയത വളരെ ശക്തമായിരുന്നു. മേൽജാതിക്കാർക്ക് വലിയ പ്രിവിലേജ്ഡ് ആണെന്നതിൻ്റെ വിചാരം ഉണ്ടായിരുന്നു.
അപ്പൊ ഇതൊക്കെ ചേർന്ന് കെടുനാരെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഏറ്റവും നന്നായി എഴുതി ഏകാന്തമായി കാണികളില്ലാതെ അവതരിപ്പിച്ച നാടകത്തിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ. ഒന്നുകൂടി പറയാം, കെടുനായർ മനസ്സിലെഴുതി ഏറ്റവും നന്നായി മനസ്സിൽ സംവിധാനം ചെയ്ത് കാണികൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് അവതരിപ്പിച്ച ആവിഷ്കരിച്ച നാടകത്തിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ. അതിലേറെ നല്ലൊരു നാടകം അത് ഉണ്ടാക്കിയിട്ടില്ല. അത് വലിയൊരു കഥയാണ്. അത് അന്ന് കണ്ടെത്തിയില്ല, അന്ന് ആ നിലക്ക് കണ്ടെത്തിയില്ല. അത് വലിയ നഷ്ടം ആളുകൾ ഔപചാരികമായി പറഞ്ഞു എന്നല്ലാതെ പിൽക്കാലത്തെ ചരിത്രമാണ് ഈ ആത്മഹത്യയുടെ രാഷ്ട്രീയമായ ധ്വനികളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 1901 ജനിച്ചു. കാസർഗോട്ടെ കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്നു. ഇന്ന് രാഷ്ട്രീയ കക്ഷിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ വലിയ അധികാരസ്ഥാനാണ്. അന്ന് അടികൊള്ളും, ആളുകൾ പുച്ഛിക്കും, വീട്ടിൽ കയറ്റില്ല, ചോറ് കിട്ടൂല, പോലീസിൽ അടികൊള്ളും, കേസിൽ പെടും. ഇതൊക്കെയാണ് കോൺഗ്രസ് സെക്രട്ടറി എന്നുള്ള വാക്കിന്റെ അർത്ഥം. മറ്റൊരു അർത്ഥമില്ല. ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള വാക്കിന് അർത്ഥമേ അല്ല ഉള്ളത് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചു. വാഹനങ്ങളില്ല, നടന്നു പോകണം. അപ്പോ അദ്ദേഹം പിന്നെ ഇവിടെ വെള്ളിക്കോത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നാടാണ്, നീലേശ്വരക്കാരനാണ്. സജീവ മാഷ വീടിനടുത്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാട്, വീട്, ജനിച്ച വീട് അവിടെയാണ്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചതിന് ശേഷമാണ് വെള്ളിക്കോത്ത് എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിന്, ഇപ്പോൾ പട്ടണം, അതിന് തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ അദ്ദേഹം താമസമാക്കുന്നത്. അവിടെ ഈ വഴിയോരത്ത് ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു മുള്ളുണ്ട്. കേരളത്തിൽ ഉടനീളം ഞെരിഞ്ഞിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് സൂചി മോനയുള്ള മുള്ളാണ്. കാലിന് തറച്ച വലിയ വേദന ഉണ്ടാവും. മരുന്നും കൂടിയാണത്. മൂത്രക്കടച്ചിലിന് നല്ല മരുന്നാണ് ഞെരിഞ്ഞൽ. അതേസമയത്ത് അസാധാരണമായ വേദന ഉളവാക്കുന്ന ഒരു സൂചിയും കൂടിയാണ് ഞെരിഞ്ഞൽ. അദ്ദേഹം തൻ്റെ വിദ്യാലയത്തിൽ, ഇവിടെ പറഞ്ഞ ഈ പിന്നെ വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയത്തിൽ, എൻ്റെ പേരതാണ്, വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയം. ദേശീയ എന്നുള്ള വാക്ക് ഇത് പറഞ്ഞ അടികിടുന്ന കാലമാണ്, കേസിൽപ്പെടുന്ന കാലമാണ്. ആ ദേശീയ വിദ്യാലയത്തിൽ അദ്ദേഹം ആ തീരുമാനിച്ച ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്താൽ ആ ഓർഡറിൽ നമ്മൾ അർത്ഥം തന്നെ കണക്കുന്നത് സ്കെയിൽ ഓഫ്. പക്ഷെ ഇദ്ദേഹം തീരുമാനിച്ച കാര്യം, ഞാൻ ശമ്പളം വാങ്ങിക്കുന്നില്ല, ഇതിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമേ മാത്രമേ ഞാൻ ഈ വിദ്യാലയത്തിന്റെ ഹെഡ്മാസ്റ്റർക്കുള്ള ശമ്പളം പറ്റുകയുള്ളൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആ വിദ്യാലയത്തിലെ കുട്ടികളുടെ കൂടെ ഇയാൾ വെള്ളിക്കോത്ത് എന്ന് പറയുന്ന ഗ്രാമം, ഇപ്പോൾ ഏതാണ്ട് ഗ്രാമത്തിന്റെ പ്രവർത്തകരാണ്. അവിടുത്തെ ഞെരിഞ്ഞിൽ മുള്ളുകൾ പറിച്ചെടുക്കാനുള്ള പ്രവർത്തനം. അതിന് പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമുണ്ട്. അദ്ദേഹം സമുദായത്തിന്റെ വഴിയിലെ ഇങ്ങനെയുള്ള മുള്ളുകളെ നീക്കം ചെയ്യാൻ സ്വയം സന്നദ്ധനായി ചേർത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അവിടെ ഞെരിഞ്ഞിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന സന്നിഹിതമായിരുന്ന ഒരു കാട്ടുചെടിയുടെ പേരാണ്. ആ പേര് പഠനത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഗ്രാമത്തിന്റെ പേരിൽ മാത്രം ഓർക്കാൻ പറ്റില്ല. അദ്ദേഹം റെയിൽവേ സൗകര്യം വേണ്ടത്ര ഇല്ലാത്ത കാലത്ത് ഒന്നാം മഹായുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട്, ആ യുദ്ധത്തിന്റെ കാലത്ത് ഉത്തരേന്ത്യയിൽ പോയി പട്ടാള സേവനം ചെയ്ത ആളാണ്. അത് അദ്ദേഹത്തിന് പട്ടാളത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ധാരണയില്ല. പങ്കെടുത്തിരുന്നു എന്നൊക്കെയായിരുന്നു കാര്യം. ശമ്പളം പറ്റിയിരുന്നു. പക്ഷേ കബീറിന്റെ കഥ അദ്ദേഹം മനസ്സിലാക്കി. കബീർ മുസൽമാനാണ്, പക്ഷെ അദ്ദേഹം ശ്രീരാമന്റെ ഭക്തരാണ്. അപ്പൊ ഒരുപക്ഷെ ഈ വാക്ക് അറസ്റ്റ് ചെയ്യുമായിരിക്കും. കബീർ ശ്രീരാമന്റെ ഭക്തനാണ്, മുസൽമാനുമാണെന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഇന്ത്യൻ അന്തരീക്ഷത്തിൽ കൂടായെന്നില്ല. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പൊ അവസ്ഥ കോഴിക്കോട് അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ കഥ, ഉത്തരേന്ത്യയിൽ ഉള്ള ആ കഥ അദ്ദേഹം പഠിക്കുന്നത്, കേൾക്കുന്നത് ഒരു നെയ്ത്തുകാരന്റെ പുരയിൽ നിന്നാണ്. നെയ്ത്തുകാരൻ പാടിയ പാട്ടാണ്. നെയ്ത്തുകാരൻ ആ പാട്ട് പാടുന്നു, കബീർ കഹാനി പാടുന്നു. അത് നാടകത്തിന് അംശം കണ്ടെത്തി അദ്ദേഹം മനസ്സിലാക്കുകയും നാട്ടിൽ വന്നിട്ട് പട്ടാളസേവനം ഹ്രസ്വമായ കാലത്താണ് നാട്ടിൽ വന്നിട്ട് അദ്ദേഹം നാടകമാക്കുകയും ചെയ്തു. ആ നാടകം വളരെ മതേതരമായ ആത്മീയത ആശയം എല്ലാവർക്കും അറിയുന്നതാണ്. അത് അദ്ദേഹം നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? സ്നേഹമാണ് ഭക്തി, അർപ്പണമാണ് ഭക്തി, അല്ലാതെ കീടങ്ങളല്ല. സ്വയം സമൂഹത്തിലുള്ള അർപ്പിക്കലാണ് ഭക്തി പോലുള്ള വളരെ വിമോചനാത്മകമായിട്ടുള്ള പുതിയ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി. മാത്രമല്ല അദ്ദേഹം ഈ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ യാത്രാപ്രിയനായിരുന്നു. അദ്ദേഹം കൽക്കട്ടയിൽ പോയിട്ട്
കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, മഹാത്മാഗാന്ധിയെ കാണുന്നുണ്ട്. അവരുടെ ആളുകളുടെ ശരീര ഭാഷയെക്കുറിച്ചടക്കം ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ആ ജ്ഞാനങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. അത് ഒരുപക്ഷെ ആ നിലക്കുള്ള നാടകങ്ങളൊക്കെ നോവലോ അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതാൻ സാധ്യതയുണ്ടെന്ന് ഡയറി വായിച്ചാൽ. പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്ക് ഒരു ഓൾ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പുസ്തകം വായിച്ചിട്ടുള്ള അറിവ് മാത്രമല്ല, ഈ യാത്രകളിലൂടെ സുഹൃത്തുക്കളിലൂടെ ഒക്കെ പരിമിതമായ തോതിലെങ്കിലും പ്രധാനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഭാരതീയമായ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാടകങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അദ്ദേഹം മതേതരമായ ആധ്യാത്മികതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളാണ്. മാത്രമല്ല അന്ന് കേരളത്തിലെ പോപ്പുലർ നാടകം എന്ന് പറഞ്ഞാൽ തമിഴ് നാടകമാണ്, ജനപ്രിയ നാടകം. ആളുകൾ രസിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കാട്ടും കണ്ണൂരിലും കോഴിക്കോട് പഠിച്ചിരുന്ന നാടകം. കോഴിക്കോട് പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ കോഴിക്കോട് പറയണല്ലോ. പറഞ്ഞു പറയുണ്ടായി മന്ത്രത്തിലൂടെ പോയ സമയത്ത് ഇവിടെ കാലം വരെ ഡ്രമാറ്റിക് ഹാൾ ഉണ്ടായിരുന്നു. അവിടെ പാടില്ലാത്തതാണ്. ആ ഹാളിൽ നാടകം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം സമൂഹത്തെ രോഗം ചികിത്സിക്കാൻ ആളാണ്. രോഗവും ആഗ്രഹത്തോടുകൂടി കുറച്ചു കാലം ആയുർവേദം പഠിക്കുകയും ചെയ്തു. പക്ഷേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. സാമൂഹികമായ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. പറ്റില്ല. അദ്ദേഹം നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോ കോഴിക്കോട് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ എന്റെ ഈ ഗവേഷണം പറഞ്ഞുകൂടാ, അന്വേഷണങ്ങളിൽ പിന്നെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം, ഞാൻ ചെറുപ്പത്തിൽ കേട്ട പോലെയല്ല കേളുനായ മനുഷ്യനാണ്. ഈ കേളുനായ അല്ല, മോഡേണായ ആളാണ്. അദ്ദേഹം കോഴിക്കോട് ടൗൺ ഹാൾ ഇപ്പോൾ തിയേറ്ററിൽ ഇംഗ്ലീഷിൽ പണ്ട് ഇംഗ്ലീഷ് സിനിമകൾ മാത്രം അതിനുവേണ്ടി മാത്രം റെയിലുണ്ടല്ലോ, റെയിൽവേ. ഇവിടെ വന്നിട്ട് ക്രൗൺ ചെയ്ത പറഞ്ഞാൽ അദ്ദേഹം മോഡേൺ ആയിട്ടുള്ള മനുഷ്യനാണ്. അന്നത്തെ നിലക്കുള്ള ആധുനികമായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം ശക്തിമാക്കി അദ്ദേഹം ഇങ്ങനെ വലിയ പ്രായം മാത്രമേ ജീവിതത്തിനുള്ളൂ, ഈ ആയുസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ച ആളാണ്. അപകർഷതാബോധത്തെ വേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അപകർഷതാബോധത്തെ ക്രിയാത്മകത കൊണ്ട് മറികടക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയതിലാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കേളു എന്നായിരുന്നെന്നും അത് പിന്നീട് അദ്ദേഹം കേളു എന്ന് തിരുത്തുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിലും ഈ മോഡേൺ ആവാനുള്ള മനഃപൂർവമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അത് കുഞ്ഞിക്കേളു എന്നുള്ള പേര് നാട്ടിലുണ്ട്. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അതിന് രേഖകളൊന്നും കിട്ടിയിട്ടില്ല. കേളുമായിരുന്നു അദ്ദേഹം ഒപ്പിടുന്ന കേളുമായിരുന്നു ഒപ്പിടുക. ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുമായിരുന്നു. കേളുമായിരുന്നു തന്നെ ഉള്ളത്. ഒരുപക്ഷെ ഒരു വാത്സല്യത്തിൻ്റെ മുകളിൽ കുഞ്ഞിക്കേളെന്ന് വീട്ടുകാരെ വിളിക്കുമല്ലോ. ഇപ്പോൾ നമ്മളെ മുഴുവൻ പേരും വിളിക്കണമെന്നില്ല. അബ്ദുള്ളേൻ അബ്ദുൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു എൻഡിയറിങ് നിലനിൽക്കി വിളിക്കുന്നതായിരിക്കും. അതിന് പിന്നെ വിഷയം അല്ല, അതൊരു വിഷയമല്ല. ഇപ്പോൾ കുഞ്ഞിക്കേളുമായാലും അദ്ദേഹത്തിന് വ്യക്തിത്വത്തിൽ ഒന്നും വ്യത്യാസം വരുന്നു തോന്നുന്നില്ല. സിനിമ കാണാൻ വരുന്നതിനെ കുറിച്ച്, സിനിമ കണ്ടിട്ട് പുതിയ സിനിമകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം അദ്ദേഹം കണ്ടുപിടിച്ചു. മാത്രമല്ല മോശം സിനിമകൾ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ട് സജീവം എൻ്റെയൊക്കെ സുഹൃത്തായ RP ശിവകുമാർ മലയാള ചലച്ചിത്ര നിരൂപണത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ കേളുനായരുടെ ഈ ഡയറികയിലെ കൊച്ചു കുറിപ്പുകളെയും പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മലയാള സിനിമാ നിരൂപണത്തിൻ്റെ ഒരു നിരൂപണം എന്ന് പറഞ്ഞുകൂടാ, ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. പക്ഷേ അന്ന് മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾക്ക് മൂല്യമുണ്ട്, പിന്നെ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സിനിമ, ഞാൻ വലിയൊരു കാര്യമായിട്ട് പറയല്ല, പക്ഷെ കേളുനായർ സിനിമ കാണുകയും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യും, സിനിമയുടെ മോഡേണിറ്റിയെ മനസ്സിലാക്കുകയും ചെയ്ത അതിൻ്റെ വ്യാപ്തിയെ മുൻകൂട്ടി കാണാനൊക്കെ ശക്തി ഉണ്ടായിരുന്ന, സാംസ്കാരിക ശക്തി ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ കോഴിക്കോട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഈ നഗരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ അടിസ്ഥാനപരമായി സെക്യുലറാണ്. അത് ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സ്വാമി തീർത്ഥനെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മദരാശി എന്ന് പറയുന്ന നഗരം സ്വാമി ആനന്ദതീർത്ഥന്റെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മദ്രാസ് നഗരത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ കാലമാണ്, നഗരത്തിലൂടെ ആർക്കും നടന്നു പോവാം, അതിലും മതവും ജാതിയൊന്നുമില്ല. അപ്പോൾ കോഴിക്കോടിന് ഏതാണ്ടൊക്കെ ആ ഒരു പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ടാവും.
നഗരങ്ങൾ ഒരു വിമോചനത്തിൻ്റെ സ്ഥലമായിട്ട് തോന്നുന്നു അന്ന്. ഇന്നങ്ങനെ ഇപ്പോൾ നമുക്ക് തിക്കും തിരക്കും അല്ലെങ്കിൽ മറ്റ് ഭംഗിയും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, ഈ ഐന്ദ്രിയമായിട്ടുള്ള അനുഭവമായിരിക്കും. പക്ഷേ സാംസ്കാരികമായിട്ടുള്ള അനുഭവമായിട്ട് നഗരങ്ങളെ കാണാൻ അന്നത്തെ മനുഷ്യർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ബുദ്ധിയുള്ള മനുഷ്യർക്ക്, വിമോചനത്തിന് ആശയമുള്ള മനുഷ്യർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ഇവിടെ ജാതി മതമൊന്നുമില്ല, എല്ലാവർക്കും നടന്നു പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ കോഴിക്കോടിനെ കണ്ട ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇത് കോഴിക്കോട്ടെ ഒരു വേദിയായതുകൊണ്ട് കൂടി പറയുകയാണ്. ഇതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അനീഷ് സാറിനോട് ചോദിക്കുകയാണ്. കേളുനായർ ഒരു കാലത്തിന്റെ കൂടി സൃഷ്ടിയാണ്. അദ്ദേഹം ഒരു കാലത്തെ സൃഷ്ടിക്കുന്നത്, അതേസമയം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ആ കാലം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാക്കനാർ എന്ന നാടകം കാണുന്നതിൽ നിന്ന് ഹരിജനങ്ങൾ വിലക്കപ്പെട്ടതായിട്ട് കുറിപ്പുകളിൽ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാലത്തെ, ആ കാലത്തോട് പോരാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതേസമയം ആ കാലത്തിന്റെ ഉൽപ്പന്നമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കേളുനായർ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പഠനകാലത്ത് വിദ്വാൻ പി കേളുമാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ പഠന സംബന്ധിയായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാൻ ഉള്ളൊരു ശ്രമം നടത്തി ഉള്ളതാണ് എനിക്ക് ശരിക്കും ഒരു വേദിയുമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൽ ആ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയ രാജഗോപാല മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ മാഷിനെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ സജീവ മാഷ്, അതുപോലെ മൗലികമായി ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടൊപ്പം ഈ ഒരു വേദിയിൽ സംബന്ധിക്കാൻ സാധിച്ചുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. വിദ്വാൻ പി കേളുനായർ രൂപപ്പെടുത്തിയ ഒരു ചരിത്ര ഘട്ടം എന്നുള്ളതാണ് ഇതിൽ ഞാൻ അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്വാൻ പി കേളുനായർ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 1920 ശരിക്കും മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ 1901 ജനിച്ച് 1929 മരിച്ചുവെങ്കിലും 1919 മുതൽ 1929 വരെയുള്ള ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കർമ്മനിരതമായിട്ടുള്ളൊരു ഘട്ടം എന്ന് പറയാൻ പറ്റുക. മാത്രമല്ല അതാണ് ആ സമയം വെച്ച് നോക്കുമ്പോഴും അതേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയൻ ഇറ, അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധി യുഗം ആരംഭിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു സവിശേഷത എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനം ജനകീയമാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടം പൊതുവെ നമ്മൾ ചരിത്ര പഠനങ്ങളിൽ പ്രത്യേകിച്ചും ബിപിൻ ചന്ദ്രയെ പോലുള്ള ചില ചരിത്രകാരന്മാരൊക്കെ തന്നെ അടയാളപ്പെടുത്തുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹികമായിട്ടുള്ള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സാധാരണ ഗ്രാമങ്ങളിൽ പോലും നടക്കുന്ന ഒരു സമയമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അദ്ദേഹം നിരീക്ഷിക്കുന്നത് പോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 2 ധാരകൾ പറയുന്നുണ്ട്. ഒന്ന്, 2 കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട്. അതൊന്ന്, അത് കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള, അതായത് ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ള നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെറ്റിംഗ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന ഇന്നർ കോൺട്രഡിക്ഷൻസ്, അതായത് സാമൂഹ്യമായ വൈരുദ്ധ്യങ്ങൾ, ജാതിപരമായിട്ടും ഒക്കെ തന്നെ ആളുകൾക്കിടയിലുള്ള പല വൈരുദ്ധ്യങ്ങൾ, ഇതും ഇതിനകത്തേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം. ഈ 2 പ്രശ്നങ്ങളെയും ശരിക്കും ഒരു നിലയിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തര മലബാറിലെ വളരെ അക്കാലഘട്ടത്തിൽ അങ്ങനെ പരിഷ്കൃതമൊന്നുമായി മാറാത്ത ഒരു സമൂഹത്തിൽ ഈ 2 മേഖലയും ഒന്നിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ജനകീയ സ്വഭാവം കൈവരുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് നമുക്ക് കേളുനായരെ രാഷ്ട്രീയമായി ആദ്യമായിട്ട് വായിക്കാൻ പറ്റുക. അതുമാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള അതിനു മുമ്പുണ്ടായിരുന്ന വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മീൻസിലൂടെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് സാംസ്കാരികമായിട്ട് ഒരു ദേശീയത നിർവചിക്കുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നിർവചിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ട് സാംസ്കാരികമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനം, ഈ നിലയിലൊക്കെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ആ നിലയിൽ
കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിൽ ശ്രമിച്ച ഒരാൾ. മറ്റൊരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് പാർത്ഥ ചാറ്റർജിയെ പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്ന 2 മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഡൊമൈൻ ആൻഡ് കൾച്ചറൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കേളുനായരുടെ പ്രവർത്തനം ഇപ്പോൾ മാഷ് ഇവിടെ സൂചിപ്പിച്ചു, വായനശാലകൾ, ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ള പരമ്പരാഗതമല്ലാത്ത ചില പൊതു ഇടങ്ങളെ അല്ലെങ്കിൽ സാംസ്കാരിക ഇടങ്ങളെ പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ പാർത്ഥ ചാറ്റർജിയൊക്കെ നിരീക്ഷിക്കുന്നത് പോലെ ഈ കൾച്ചർ ആസ് എ സൈറ്റ് ഫോർ ആർട്ടിക്കുലേറ്റിംഗ് ദ ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വഴി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിനും, അതല്ലെങ്കിൽ അതിലൂടെ വളരെ കൃത്യമായി ഇന്ത്യ എന്ന് പറഞ്ഞ ആധുനിക ഇന്ത്യ, മാഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ആധുനിക മനുഷ്യൻ എന്നുള്ള നിലയിൽ ജാതിക്കും മതത്തിനും ഒക്കെ തന്നെ അതീതമായിട്ടുള്ള ഒരു സാമൂഹികതയെ സ്വപ്നം കണ്ട ആ സ്വപ്നത്തെ നമ്മൾ പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അദ്ദേഹത്തോടൊപ്പം വലുപ്പമില്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അവസ്ഥ കൊണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം. ഇനി വ്യക്തി തലത്തിൽ നോക്കുകയാണെങ്കിൽ മാഷ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആധുനികമായ ഒരു വ്യക്തിത്വം തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അതിനകത്ത് പാരമ്പര്യത്തിൻ്റെ ചില മൂല്യങ്ങളും ഉൾച്ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ഇന്ത്യൻ ആധുനികത അല്ലെങ്കിൽ ട്രഡീഷണൽ മോഡേണിറ്റി എന്നൊക്കെ പറയുന്ന നിലയിലുള്ള സങ്കല്പങ്ങൾ കൂടി പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ കേളുനായരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം മാനവികനായിട്ടുള്ളൊരു മനുഷ്യനാണ് കേളുനായർ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോയി വലിയ സാമൂഹിക സങ്കല്പങ്ങളൊക്കെ തന്നെ സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. അപ്പം ആ സങ്കല്പത്തിനകത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആധുനികമായ മനുഷ്യൻ്റെ ഒരു സ്നേഹത്തിനൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചില ആത്മീയ സങ്കല്പങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടില്ലേ എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്കൊക്കെ തന്നെ തീം എന്ന് പറയുന്നത് നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തിയിട്ടൊക്കെ തന്നെയുള്ള തീമുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഭജന സംഘങ്ങൾ രൂപീകരിക്കുക, അങ്ങനെയുള്ള പരമ്പരാഗത മാർഗങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഭക്തിയും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേഖലയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കേവല ഭക്തിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഗാന്ധിജിയൊക്കെ പറയുന്നത് നമ്മൾ റിലീജിയസ് ആകുക എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ ധാർമ്മികമാകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ ഉള്ളൂരിൻ്റെയൊക്കെ വരികളല്ലേ, നമ്മൾ പരാപരാത്മൻ ഭക്തവിഗമ്യൻ ഭവാനി ആർ കാണുന്നു ചരാചര പ്രേമ ആഞ്ജനമെഴുതിന് ചക്ഷുസില്യാഞ്ഞാൽ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ ചരാചര പ്രേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേളുനായർ അദ്ദേഹത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നതായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ എവിടെ വായിച്ചിട്ടുണ്ട്, അതായത് ഒരു കീഴ്ജാതി സമൂഹത്തിൽപ്പെട്ട ജാതി ശ്രേണിയിൽ കീഴ്ജാതിയിൽപ്പെട്ട ഒരാളെ ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുകയും അതിനെ മറ്റൊരു കഥാപാത്രമായിട്ട് ഇദ്ദേഹം തന്നെ അഭിനയിക്കുകയും അതിനെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന ശരീരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെ പറയും. അപ്പോൾ പ്രമേയതലത്തിൽ മാത്രമല്ല ശരീരതലത്തിലും ഈ പറയുന്ന നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ എന്താ പറയുക, അല്ലെങ്കിൽ ശരീരം കൊണ്ട് തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരേ സമയം പാരമ്പര്യത്തെ ആധുനികതയോട് വളരെ സർഗാത്മകമായിട്ട് സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരാൾ. അതേസമയം മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോഴും പല നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി റിച്വൽ ആക്ടിവിറ്റീസിനെയൊക്കെ അദ്ദേഹം കാലഘട്ടത്തിൽ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ഈ തെയ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള തീച്ചാട്ടം, അഗ്നിസ്നാനം എന്നൊക്കെ പറയുന്ന തീച്ചാട്ടങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ അക്കാലഘട്ടത്തിൽ തന്നെ കേളുനായർ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇന്നും അത് വളരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള അഗ്നിസ്നാനങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളും മറ്റും ഉണ്ടാകുന്നു. അപകടങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല, 2 വർഷം മുന്നേ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ 2 തെയ്യങ്ങൾക്ക് ഈ അഗ്നിസ്നാനത്തിനുള്ള തീ ഒരുക്കിയപ്പോൾ അതിലൊരു തെയ്യത്തിന് തീയുടെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെയ്യം തന്നെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഏത് നിലയിലാണ് അപ്പം അതങ്ങനെ ആയതിന് പിന്നിൽ മറ്റു ചില വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഈ 2 തെയ്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവരുടെ ജാതിബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനോട് തെയ്യം സംഘടിപ്പിക്കുന്നവർക്കുള്ള മനോഭാവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇത്തരം സംഗതികളിലെയാണ് ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ രീതിയിൽ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതും
കേളുനായർ അന്ന് എതിർത്ത അത്തരം സംഗതികൾ ശക്തമാകുകയും കേളുനായർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ മാത്രം ചലിക്കുകയും ചെയ്യുന്നു. അത് ശരിക്കും കോൺഗ്രസ് അന്നത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഏറ്റെടുക്കാത്തതിൻ്റെ പുറത്ത് ശരിക്കും മറ്റൊരു നിലയിൽ ഈ ദിലീപ് മേനോനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് പോലെ ഈ കോൺഗ്രസ് പിന്നീട് മലബാറിൽ വേരറ്റ് പോകുന്നതിനൊരു കാരണമായിട്ട് അത് ഈ സാമൂഹികമായ അസമത്വത്തെ, അതിനെ പ്രത്യേകിച്ചും ഈ ജാതി സംബന്ധമായിട്ടുള്ള അസമത്വത്തെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നതിലൊരു പ്രശ്നത്തെക്കുറിച്ചിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിക്കും കേളുനായർ മുൻപേ പോയി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പിന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പ്രസ്ഥാനത്തിനത് പിന്നീട് മലബാറിൽ അതിൻ്റെ ഒരു വേരോട്ടം നിലനിർത്തുന്നതിന് ഒരു തടസ്സമായി, അല്ലെങ്കിൽ അതിന് സാധിക്കാതെ വന്നു എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ കാണാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേളുനായരെ നമുക്ക് സമൂഹത്തിൽ ഈ സാമൂഹിക പരിഷ്കരണത്തിനും സാംസ്കാരിക മാറ്റത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെ നമുക്ക് പല നിലയിൽ കാണാം. രണ്ട് തരത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവായിട്ട് വർഗീകരിക്കാം. ഒന്ന്, മാഷ് നേരത്തെ സൂചിപ്പിച്ച അതിൻ്റെ എല്ലാ പ്രിവിലേജോടും കൂടി വ്യവസ്ഥാപിതമായിട്ട് പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാം പറ്റി ജീവിച്ചിരുന്ന ഒരു മനുഷ്യർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ തൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അങ്ങേയറ്റം തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ പിന്നീടൊരു കാലഘട്ടം അവരുടെ ആശയങ്ങൾ പ്രസക്തമാകുന്ന ഘട്ടത്തിൽ പിന്നെ പ്രസക്തമാകുന്ന വ്യക്തികൾ. ഇപ്പോൾ കാൾ മാർക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ എറിക് ഹോബ്സ്ബാമിനെ പോലെയുള്ള ചിന്തകർ, ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നത്. അതായത് കാൾ മാർക്സും ഹെർബർട്ട് സ്പെൻസറും ഒരു കാലത്ത് സമകാലീനരായിട്ടുള്ളൊരു ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ സ്പെൻസർ അങ്ങേയറ്റം ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരാളും കാൾ മാർക്സ് ആകട്ടെ അങ്ങേയറ്റം തിരസ്കരിക്കപ്പെട്ടിരുന്ന ആളും എന്നുള്ള നിലയിൽ നമുക്ക് അന്ന് 19-ാം നൂറ്റാണ്ടിൽ കാണാൻ പറ്റും. പക്ഷേ പിന്നീട് സ്പെൻസർ മറഞ്ഞു പോവുകയും മാർക്സ് കാലത്തെ അതിജീവിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വീണ്ടും വായിക്കുകയും പുനർവായിക്കുകയും പുനർവിചിന്തനത്തിന് വിധേയമാകുകയൊക്കെ തന്നെ ചെയ്യുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാം. ഞാനതൊരു താരതമ്യം എന്നുള്ളതല്ല, പക്ഷെ ആ നിലയിൽ ഇപ്പോൾ മാർക്സ് ആകട്ടെ അംബേദ്കർ ആകട്ടെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി വ്യക്തിയെ സാമൂഹ്യമായി തന്നെ നിർവചിക്കുക എന്ന് പറയുന്നത് ഒരു നിലയിലും വ്യക്തിക്ക് സമൂഹത്തിന് അതീതമായ ഒരു അവസ്ഥ ഇല്ല എന്നുള്ള നിലയിൽ. ഇപ്പോൾ കേളുനായരുടെ ഡയറി രാജഗോപാലൻ മാഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആ സമയത്ത് വായിച്ച സമയത്തൊക്കെ തന്നെ ഇപ്പം നമ്മൾ ലൈംഗികതയിൽ പോലും ഒരു എന്താ പറയുക അങ്ങേയറ്റം ധാർമ്മികമാകാൻ ശ്രമിക്കുക, അതിനകത്തുള്ള പ്ലഷറിനെ ഒഴിവാക്കി അത് കേവലം ഒരു നമ്മുടെ റീപ്രൊഡക്ഷൻ സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രമായി കാണണം എന്ന് പറയുന്ന അന്നത്തൊരു ധാർമ്മിക ബോധം അങ്ങേയറ്റം പാലിക്കാൻ വേണ്ടി അതിനുവേണ്ടി വലിയ രീതിയിലൊരു ഡയലോമയിൽ പെട്ടിട്ടുള്ള മനുഷ്യർ ആ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പിന്നെ ജീവിതം അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും അത്രയും മൗലികമായി താൻ മുന്നോട്ട് വെക്കുന്ന ഒരു ധാർമ്മിക മൂല്യബോധത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടും അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടും അവരവരുടെ കാലഘട്ടത്തിൽ എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ആ നിലയിൽ കാലഘട്ടത്തിൽ തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരപ്പെട്ട മറ്റേ മാഷ് നേരത്തെ ആത്മഹത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ശരിക്കും ആത്മഹത്യയാണോ കൊലപാതകം നല്ലൊരു നിരീക്ഷണമാണത്. ഈ എമിലി ദുർക്കൈമിൻ്റെ സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള തിയറിയിൽ പറയുന്ന 4 തരം സൂയിസൈഡിനെ കുറിച്ച് പറയുന്ന ഘടകങ്ങൾ, ഒന്ന് ഇഗോയിസ്റ്റിക് ആൻഡ് ആൾട്രൂയിസ്റ്റിക് എന്ന് പറയുന്ന 2 ഘടകങ്ങളും എനിക്ക് തോന്നുന്നു ഒരളവിൽ കേളുനായരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം ലെസ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള സൊസൈറ്റിയിൽ നിന്ന് വളരെ ഒരു ചെറിയ അളവിൽ മാത്രം നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. കാരണം വ്യവസ്ഥാപിതമായിട്ട് സൊസൈറ്റി മുന്നോട്ട് പോകുന്നു, കാലത്തിന് മുമ്പേ കേളുനായർ സഞ്ചരിക്കുന്നു, സ്വാഭാവികമായിട്ടും അവിടെ തിരസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ മറ്റൊരു നിലയിൽ അങ്ങേയറ്റം സാമൂഹികമായി ജീവിക്കാൻ വരുന്ന വെമ്പുന്ന ഒരു ഹൃദയവും ശരീരവുമുള്ള ഒരു മനുഷ്യൻ ആ സമൂഹത്തിന് വേണ്ടി തന്നെ സ്വയം സമർപ്പിക്കുന്ന ദുർക്കൈം നിരീക്ഷിക്കുന്നത് പോലെ ഒരു ആൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാളായിട്ടും കൂടി നമുക്ക് കേളുനായരെ കാണാൻ വേണ്ടി സാധിക്കുന്നു തോന്നുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു സാർ. നമ്മൾ കേളുനായരുടെ നാടകങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നാടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് മിക്കവാറും മിത്തുകളെയും പുരാണങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആഖ്യാനമാണ് നിർവഹിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
നിലവിലുള്ള ഇതിഹാസങ്ങളെയോ പുരാണങ്ങളെയോ ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. വള്ളത്തോളിനെ പോലുള്ള എഴുത്തുകാർ അത് വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശ്രമം കേളുനായരുടെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ലങ്കാദഹനത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത് ലങ്കാദഹനം മാത്രമല്ലാതായി മാറുകയാണ്. നമുക്ക് ആ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എങ്ങനെയാണ് ഈ നാടിൻ്റെ ചരിത്രത്തെ മാറ്റി തീർക്കുന്നതിനുള്ള ഉപാധിയായി മാറിയതെന്നാണ് എനിക്ക് സജീവ് സാറിനോട് ചോദിക്കാനുള്ളത്. നമസ്കാരം. ഈ ആർട്സ് കോളേജിൻ്റെ വേദിയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഇവിടെ മുമ്പ് നടന്നിട്ടുള്ളൊരു വലിയൊരു സെമിനാർ ചിന്താചരിത്രത്തെക്കുറിച്ച്, കേരളീയമായ ചിന്താചരിത്രത്തെക്കുറിച്ചുള്ളൊരു സെമിനാർ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. വാസ്തവത്തിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർത്തുണ്ടാക്കിയൊരു സ്ഥലമാണെന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. വാസ്തവത്തിൽ അതുമാത്രമല്ല, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗമായ കുറച്ച് സ്ഥലം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 ഭാഗങ്ങൾ ചേർന്നിട്ടാണ് കേരളം ഉണ്ടായത്. 3 രാജ്യങ്ങൾ ചേർന്നിട്ടല്ല വാസ്തവത്തിൽ. ആ ദക്ഷിണ കാനറയിലെ ചില പ്രവർത്തനങ്ങളെ, വിപ്ലവാത്മകമായ ചില പ്രവർത്തനങ്ങളെ, വലിയ ചിന്താ പദ്ധതിയായി വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ കേരളത്തിൻ്റെ ചിന്താചരിത്രത്തിൻ്റെ ഭാഗമായി പലപ്പോഴും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ആശയമാണ് എനിക്ക് കേളുനായരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത്. ഈ ചിന്താചരിത്രത്തെക്കുറിച്ച് ഉള്ള ഒരു പ്രബന്ധാവതരണത്തിൽ കെ ദാമോദരനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷ് മാനിച്ചേരി ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. ആ വാക്ക് പലതരം ചെയ്യലുകളുടെ ജീവിതമാണ് കെ ദാമോദരൻ്റേത് എന്ന് പറയണ്ടായി. എനിക്ക് തോന്നുന്നത് കേളുനായരെ പറയുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു വാക്കാണത്. കേളുനായരുടെ ജീവിതം പലതരം ചെയ്യലുകളുടെ ജീവിതമാണ്, പലതരം പ്രവൃത്തികളുടെ ജീവിതമാണ്. ഇപ്പൊ 28 വർഷവും 9 മാസവും 17 ദിവസവും മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 29 വയസ്സുള്ള ഒരാള് ഇന്ന് ഏത് നിലയിലായിരിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ ഇതുപോലുള്ള കാര്യങ്ങളിലോ ഇടപെടുന്നുള്ളത്. അദ്ദേഹം ആ വയസ്സിനിടയിൽ നേരത്തെ രാജഗോപാൽ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയായി പ്രവർത്തിക്കുന്നു. 2-3 സ്ഥലങ്ങളിൽ നാടക സംഘങ്ങൾ ഉണ്ടാക്കുന്നു. വെള്ളിക്കുത്തൊരു സ്ഥിരം നാടക സംഘങ്ങൾ ഉണ്ടാക്കുന്നു. രാജഗോപാൽ മാഷിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മാണിയാട്ട് ഒരു നാടക സംഘം ഉണ്ടാക്കുന്നു. അവിടെ വിജ്ഞാനദായിനി വായനശാല ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് ദൈവവിലാസം എന്ന പേരിൽ ഒരു നാടക സംഘം പറശ്ശിനിക്കടവിൽ പോയിട്ട് മുത്തപ്പന്റെ സന്നിധിയിൽ പോയി നാടക സംഘം ഉണ്ടാക്കുന്നു. ഇവിടെയൊക്കെ നാടകം, ഈ സംഘങ്ങൾക്കെല്ലാം വേണ്ടി സ്വന്തമായി നാടകം എഴുതുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. സ്വന്തമായി നാടകം എഴുതുന്നു, നാടകം സംവിധാനം ചെയ്യുന്നു, നാടകത്തിൽ അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്യുന്നു. നാടക കവി എന്ന് അദ്ദേഹം സ്വയം വിളിക്കുന്നു. ഇങ്ങനെ ഈ മട്ടിലൊക്കെ നാടകത്തിന് മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഈ മട്ടിൽ ഇടപെട്ട മറ്റേതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നമുക്ക് ഇന്ന് ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ആ രീതിയിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ, വിസ്മൃതനായി പോയ ഒരു മനുഷ്യനാണ് ശരിക്ക് വിദ്വാൻ പി കേളുനായർ. അത് ഒരു ഘട്ടം വരെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ അതിനൊരു കാരണമായിട്ടുണ്ടാകും. പക്ഷെ അതിനെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തിയാണ് ഇ.പി. രാജഗോപാൽ മാഷിയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡയറി ഇദ്ദേഹമാണ് പ്രസിദ്ധീകരിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, വിദ്വാൻ പിയുടെ ജീവചരിത്രം എഴുതുന്നത് മാഷുടെ ഒരു ഉറ്റ ബന്ധു അല്ലെങ്കിൽ ഭാര്യയുടെ പിതാവായിട്ടുള്ള ബാലകൃഷ്ണൻ നമ്പ്യാരാണ്. അതിലൊക്കെ രാജഗോപാൽ മാഷെ പോലുള്ള ആളുകൾക്ക് ഇടപെടാൻ പറ്റിയതിന്റെ ഒരു ഗുണഫലമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ പുതിയ അറിവുകൾ നമുക്കിങ്ങനെ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് പുതിയ നിലക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
ഈ സാഹിത്യ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വേറിട്ട കള്ളികളിൽ നിൽക്കുന്ന ഒന്നായിരുന്നില്ല അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ഇതൊക്കെ കൂടിക്കുഴഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അതിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ട് പറയാവുന്നത്, വേറൊരു പ്രയോഗം നടത്താവുന്നത് ദൈക്ഷണിക മാനമുള്ളൊരു സാമൂഹ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കാണ്. അതാണ് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 7ഓളം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. 5ഓളം നാടകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ പേര് നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ പാതക പട്ടാഭിഷേകം, അതുപോലെ ലങ്കാദഹനം, അതുപോലെ പാക്കനാർ ചരിതം, കബീർദാസ ചരിതം, കബീർദാസ ചരിതത്തെ കുറിച്ച് മാഷു സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ശ്രീകൃഷ്ണ ലീല അല്ലെങ്കിൽ ജനാർദ്ദനദാസ ചരിതം, അതുപോലെ വിവേകോദയം എന്നുള്ളൊരു നാടകവും ഉണ്ട്. അത് ആ രീതിയിൽ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല, സാമൂഹ്യ നാടകമാണ് അത്. ഈ മറ്റ് നാടകങ്ങളെല്ലാം തന്നെ പുരാണ പ്രസിദ്ധങ്ങളായിട്ടുള്ള കഥയെയാണ് ഉപജീവിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം നമ്മളോട് ഈ പുരാണ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഈ നാടകം എഴുതുന്നത് എന്നുള്ളതാണ്. അതൊരു അതിന്റെ പേരുകൾ ഇപ്പൊ പാതുക പട്ടാഭിഷേകം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരിക രാമായണ കഥയായിരിക്കും. ലങ്കാദഹനം എന്ന് കേൾക്കുമ്പോഴും അത് തന്നെയാണ് വരിക. പക്ഷെ നാടകം കാണാനിരിക്കുന്ന ഒരു കാണിയുടെ മുന്നിൽ അദ്ദേഹം ഈ കഥാപാത്രങ്ങളെ തന്നെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വാസ്തവത്തിൽ ആ പുരാണ സന്ദർഭത്തെ മുൻനിർത്തിയിട്ടുള്ളതാകണമെന്നില്ല. അതിന്റെ ഉള്ളിലെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കും. പുരോഗമനപരമായ ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കും. വളരെ ആധുനികമായ ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. ഇതൊക്കെ അതിൽ വരും. ഇപ്പോ കബീർദാസ ചരിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രഖ്യാതമായിട്ടുള്ള ദേശഭക്തി ഗാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോ സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ എന്നാളും കാമറക്കാമം, ത്യജിപ്പിൻ ജാത്യഭിമാനം, ഭജിപ്പിൻ ഐക്യസോപാനം. കബീർദാസ ചരിത്രത്തിലെ ഒരു പാട്ടാണിത്. ഈ പാട്ടില് വളരെ ബോധപൂർവം അദ്ദേഹം കൊണ്ടുവരണം. കബീർദാസന്റെ കഥ പറയുന്ന സമയത്ത് ബോധപൂർവം അദ്ദേഹം ഈ രണ്ട് സംഗതി കൊണ്ടുവരികയാണ്. ഒന്ന്, മാതൃഭൂമിയെ നമിക്കാൻ വേണ്ടി പറയുന്നു. 2, ത്യജിപ്പിൻ ജാത്യഭിമാനം, ഭജിപ്പിൻ ഐക്യസോപാനം. അന്നത്തെ സാഹചര്യത്തില് ഐക്യമുണ്ടാവണമെങ്കിൽ ഈ ജാതിയെ ത്യജിക്കാതെ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കേളുനേര് ഈ സംഗതി പറയുന്നത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അത്രമാത്രം കൊടികുത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണെന്നുള്ളതാണ്. അദ്ദേഹം ജീവിക്കുന്ന വീട് പോലും അങ്ങനെയുള്ള ഒരു വീടാണ്. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു നായർ തറവാടിലാണ്, ജാതീയമായ ചിന്ത തന്നെ ഉള്ള ഒരു നായർ വീട്ടിലാണ് അദ്ദേഹം അന്ന് താമസിക്കുന്നത്. ആ വീട്ടിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. മിക്കവാറും നാടകങ്ങളിലെല്ലാം അതിന് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകാനുള്ള സമയമില്ല. ഈ നാടകങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിലെല്ലാം ഈ ജാതിക്കെതിരായിട്ടുള്ള ഒരു സമരം അദ്ദേഹം വളരെ ബോധപൂർവ്വം വരുന്നതായി കാണാൻ കഴിയും. ഇതിപ്പോ നമ്മൾ ഇന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ശക്തമായിട്ടാണ് നമ്മുടെ ഇടയിൽ ജാതി പ്രവർത്തിക്കുന്നത്. കൊല്ലം എത്രയോ കഴിഞ്ഞു. 100 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. 2026 നമ്മൾ എത്തിക്കഴിഞ്ഞു. 1925 കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും ജാതി ഇത്ര ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അന്ന് ഇതിന്റെ പ്രവർത്തനം എത്ര ക്രൂരമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ആ ക്രൂരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കേളുനായര് ഈ നാടകങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ ഈ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഈ നാടകങ്ങളുടെ ഒരു പൊതു പ്രത്യേകത എന്ന് പറയുന്നത്, അന്നത്തെ ഈ തമിഴ് സംഗീത നാടകങ്ങളിലെല്ലാം തന്നെ സൂത്രധാരൻ, അല്ലെങ്കിൽ സംസ്കൃത നാടകങ്ങളിലെല്ലാം തന്നെ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. സൂത്രധാരൻ കടന്നു വന്ന് ആദ്യം കഥയെക്കുറിച്ചുള്ള വിഷയം ആദ്യം പറയാന്നുള്ളതാണ് ഒരു രീതി. കേളുനായരുടെ നാടകത്തിൽ അത് കാണില്ല. കേളുനായരുടെ നാടകത്തില് 2 നടന്മാർ പാട്ട് പാടിക്കൊണ്ട് പ്രവേശിക്കുന്നു എന്നാണ്. എല്ലാ നാടകത്തിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയൊരു ഷിഫ്റ്റാണ്.
നാടക രചനയിൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റാണ്. ആരും പ്രയോഗിക്കാത്ത ഒരു സംഗതിയാണ് അദ്ദേഹം പുതിയതായിട്ട്. അതാണ് നേരത്തെ രാജുൽ മാഷ് പറഞ്ഞില്ലേ, മോഡേൺ ആവുക എന്നുള്ളതാണ്. ഏറ്റവും പുതിയത് എങ്ങനെ ഉണ്ടാക്കാം എന്ന സംഗതിയാണ്. ഇപ്പൊ ലങ്കാദഹനത്തിലെ പിന്നെ സെറ്റിങ്സ് തന്നെ പറയുന്നുണ്ട്. ഈ ഹനുമാൻ ലങ്ക പിന്നെ ചാടി കടക്കുന്നത് ഒരു വലിയ കയറ്, സ്റ്റേജിൽ വലിയ 2 കയറൊക്കെ വലിച്ചു കെട്ടിയിട്ട് ശരിക്കും ഒരു ചാട്ടം തന്നെ ഉണ്ടാക്കുകയാണ്. ഏത് കാലത്താണ് ആ ചാട്ടം? ഇന്നിപ്പോ നമുക്ക് ലങ്കാദഹനമൊന്നും വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ അന്ന് ഒരു സ്റ്റേജിൽ ഹനുമാൻ ലങ്ക ചാടി കടക്കുന്നത് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. സ്റ്റേജിൽ അത് ആ രീതിയിൽ തന്നെ പിന്നെ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഹനുമാന്റെ വേഷം ഇതേ കെളുനായർ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പിന്നെ ഗുഹൻ രാമലക്ഷ്മണന്മാരും സീതയുമായിട്ട് ഗംഗാ നദി കടക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് പിന്നെ നാടകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് പക്ഷെ സ്റ്റേജിൽ അതേ രീതിയിൽ ആവിഷ്കരിക്കുകയാണ്. അത് തോണിയിൽ ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നാണ് ആ നാടകം കണ്ട ആളുകൾ പിൽക്കാലത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നെ ഈ പിന്നെ സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്നത്തെ നിലയിൽ വലിയ നിലക്കുള്ള, ഒരുപക്ഷെ ഉത്തര മലബാറിൽ ആ നിലക്കുള്ളൊരു സാമൂഹ്യ നവീകരണ പരിഷ്കരണ പ്രസ്ഥാനം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കേരളത്തിന്റെ ചിന്താ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം പറയാനുള്ള കാരണം അതാണ്. അപ്പൊ പാക്കനാർ ചരിത്രത്തിലൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പാക്കനാർ ചരിത്രത്തില് ജാതി മാത്രമല്ല, പണവും പ്രശ്നമാണ്. ധനം ആളെ കൊല്ലിയാണ്, പണം ആളെ കൊല്ലിയാണെന്ന് പറയും. പിന്നീട് പലരും പല നാടകങ്ങളിൽ, ഇപ്പൊ താജിന്റെ ഒക്കെ നാടകങ്ങളിൽ നമുക്കത് പിൽക്കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂലധനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യാധിയായിട്ട് മാറുന്നത്, ഒരു രോഗമായിട്ട്, ഗുരുതരമായിട്ടുള്ള രോഗമായിട്ട് മാറുന്നത് എന്ന് ഒരു നാടകത്തിലൂടെ എത്ര ഗംഭീരമായിട്ടാണ് പാക്കനാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ പിന്നെ കെളുനായർ അവതരിപ്പിക്കുന്നത് എന്ന് ആ നാടകം വായിക്കുന്നവർക്ക് ബോധ്യവും. അപ്പൊ അതിൽ ആ നാടകത്തിലെ പ്രധാന വിഷയം പണവും മറ്റൊന്ന് ജാതിയുമാണ്. ഉച്ചനീചത്വം തന്നെയാണ്. എല്ലാറ്റിലും ഈ ജാതി ഈ നിലക്ക് കടന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, കെളുനായരുടെ സാഹിത്യ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ വിജ്ഞാനദായിനി കേന്ദ്രീകരിച്ചിട്ട് അദ്ദേഹം ഒരു പിന്നെ കയ്യെഴുത്ത് മാസിക തുടങ്ങിയിരുന്നു. അതിന്റെ പേര് ശക്തി എന്നാണ്. ശക്തിയിൽ അദ്ദേഹം നിരന്തരമായിട്ട് പിന്നെ എഴുതിയിരുന്നു. പിന്നെ അതിൽ ബാല്യവിവാഹത്തെക്കുറിച്ചും മറ്റൊക്കെ ഉള്ള ഒരുപാട് വളരെ കനപ്പെട്ട ലേഖനം, വളരെ അടിവരിയിട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ലേഖനം തന്നെയാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള അത്തരം പിന്നെ ലേഖനം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒരുപക്ഷെ ഇങ്ങനെ വളരെ ധിഷണാശാലിയായ ഒരു പിന്നെ സാമൂഹ്യ പ്രവർത്തകനെ രൂപപ്പെടുത്തിയെടുത്തതിന് പിന്നിൽ ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കെളുനായരെ പിന്നെ അഭ്യസിച്ചിട്ടുള്ള, അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ള പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയുടെ പെരുമുടിയൂരിലുള്ള പിന്നെ സാരസ്വതോ എന്താണ് സ്കൂളിന്റെ പേര്, പലപ്പോഴും എനിക്ക് മറക്കും, സാരസ്വതോദ്യോതിനി സംസ്കൃത പാഠശാല. അതാണ് പിന്നീട് പട്ടാമ്പി കോളേജായിട്ട് മാറിയത് എന്ന് നമുക്കറിയാം. അവിടുത്തെ അധ്യയനമാണ്, ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഈ കെളുനായരെ ഈ മട്ടിൽ രൂപപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇത്രയും ആണ് അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനത്തെ കുറിച്ച് സാമാന്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ്. പക്ഷേ ഒരു വലിയ മനുഷ്യന്റെ ജീവിതം അല്പമെങ്കിലും തൊട്ടു പോകാതിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും മോശമായൊരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് കരണീയമായി തോന്നുന്നത് ഞാൻ ഏറ്റവും കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. രാജഗോപാൽ മാഷോട് ഞാൻ പല തലത്തിലൂടെ പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. മാഷ് അത് അഡ്രസ്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, വിജ്ഞാനദായിനിയെ എന്ന ദേശീയ വിദ്യാലയം, വിജ്ഞാനദായിനി ഒരു ദേശീയ വിദ്യാലയമായിട്ടാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. അന്ന് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് അദ്ദേഹം ഈ വിദ്യാലയത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഒപ്പം നാടകത്തിലൂടെ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടപെട്ട മനുഷ്യനെ നാടകം കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് രാജഗോപാൽ മാഷ്. അപ്പോൾ കേളു എന്ന നാടകത്തിൻ്റെ രചനാ വഴികളെക്കുറിച്ചും ഒപ്പം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടി മാഷ് ഒന്ന് സംസാരിക്കുകയാണ്. നമുക്ക് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ.
മാഷ് ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെള്ളിക്കോത്ത് മലയാളികൾ മാത്രം, വെള്ളിക്കോത്ത് കാഞ്ഞങ്ങാടിന് തൊട്ടപ്പുറമുള്ള ഗ്രാമമാണ്. അവിടെ മലയാളികൾ മാത്രമല്ല ഉള്ളത്, കന്നഡക്കാരുണ്ട്, പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്, പല ഇസ്ലാം മതവിശ്വാസികളായ ആൾക്കാരുണ്ട്. അതൊക്കെ കേളുകാർ കണ്ടിരുന്നു. അപ്പോൾ ദേശീയ വിദ്യാലയം, ദേശീയ എന്നുള്ള വാക്ക് പിന്നെ അന്ന് 1920കളിൽ വളരെ വലിയ സ്ഫോടന ശേഷിയുള്ള വാക്കാണ്. ആ വിദ്യാലയമാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്, ദേശീയ വിദ്യാലയം. ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള സെൻസിലൊന്നും അല്ലല്ലോ ദേശീയ വിദ്യാലയം. ദേശീയ എന്നുള്ള വാക്കിന് വലിയ ശക്തിയുള്ള കാലത്ത്, ദേശീയ എന്നുള്ള വാക്ക് തന്നെ സമരത്തിന്റെ പര്യായമായി തീരുന്ന ഒരു കാലത്ത് ആണ് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച സിലബസിന് സമാന്തരമായിക്കൊണ്ട് വിമോചകമായ ഒരു സിലബസ്, ഒരു ഇന്ത്യൻ സിലബസ് സൃഷ്ടിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പിന്നെ അവിടെ പഠിപ്പിച്ചത്. മാത്രം ചുരുക്കി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവിടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ കാണാൻ വേണ്ടി പറ്റും. കുട്ടികളുടെ പഴയ ഭാഷയിൽ പറഞ്ഞ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഇടപെടുന്ന അധ്യാപകർ, അവിടെ തന്നെ താമസിക്കുന്ന അധ്യാപകർ, കുട്ടികളെ കൊണ്ട് പിന്നെ പൊതുപ്രവർത്തനങ്ങൾ, ഈ കിണറുണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ നാട്ടുവഴികൾ വൃത്തിയാക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഈ പരമ്പരാഗതമായിട്ടുള്ള നായർ തറവാടുകളിൽ നിന്ന് മറ്റും വരുന്ന കുട്ടികളാണ്. അവർ മറ്റൊരു നിലക്ക് ഒരു വിദ്യാഭ്യാസത്തെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കേളു നായർ. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നില്ല, ഞാൻ ശമ്പളം വാങ്ങും, അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമാണ്. ശമ്പളം പറ്റാത്ത ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു എന്ന് മാത്രം ചുരുക്കി പറയാം. കേളു നാടകത്തെക്കുറിച്ചാണ് പറയേണ്ടത്. എൻ ശശിധരനും ഞാനും കൂടിയാണ് കേളു നാടകം എഴുതിയത്. അതിനു മുമ്പേ ഞങ്ങൾ സംഗീത അക്കാദമിയുടെ മത്സരത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ ഫോസ്റ്റസിന്റെ ജീവിതത്തെ ആധാരമാക്കി ഉടമ്പടിക്കോലം എന്ന നാടകം എഴുതിയിരുന്നു. ആ നാടകം എഴുതിയിട്ട് ആ നാടകം നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയെന്ന് തോന്നുന്നത്. ഞങ്ങൾക്ക് അതിന് സമ്മാനം കിട്ടി. അതിനുശേഷമാണ് കേളു നാടകം എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത്. അത് കേളുനായരെ കുറിച്ചുള്ള നാടകം ആണ് തീർച്ചയായിട്ടും. പക്ഷേ അതിനോടൊപ്പം ഒരു വല്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള വിഷയമുണ്ട്. സമൂഹം ഇപ്പോഴും അപ്പോഴും കുറെയൊക്കെ പിന്നെ പരമ്പരാഗതമായ മൂല്യങ്ങളിലും സുഖാനുഭവങ്ങളിലും രമിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ സമൂഹത്തിൽ ഈ ഒരു വല്ലാതെ വൈബ്രൻ്റായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയുണ്ടല്ലോ. ആ ഏകാന്തത നമ്മളൊക്കെ എല്ലാ എഴുത്തുകാരും കലാകാരന്മാരും കലാകാരികളും നേരിടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഞങ്ങൾ അറിയാതെ ആവിഷ്കരിച്ചു പോയി. ഞങ്ങൾ എഴുതുന്ന സമയത്ത് ആ വിചാരം ഉണ്ടായിരുന്നില്ല. കേളുകാരെ കുറിച്ച് നാടകം എഴുതുന്ന താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എഴുതി വന്നപ്പോൾ ഈ വിഷയം കൂടി അതിൽ കടന്നു വരികയുണ്ടായി. സമൂഹം സ്വീകരിക്കുകയില്ല. വ്യത്യസ്തമായ ഇപ്പൊ കേരളത്തിൽ കണ്ടമാനം അവാർഡുകളും സ്വീകരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും എഴുത്തുകാരെ സ്വീകരിക്കുന്നുണ്ട് എന്ന്. പക്ഷെ സൂക്ഷ്മമായിട്ട് എഴുത്തുകാരെ സ്വീകരിക്കാൻ ഇന്ന് പോലും കേരള സമൂഹം തയ്യാറല്ല. ഏറ്റവും മൗലികമായി പറയുന്ന ആശയങ്ങളിലൂടെ നോക്കാതെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ പിന്തിരിപ്പൻ സ്വീകരണ രീതി ഇന്നും കേരള സമൂഹത്തിൽ ഉണ്ട്. സൂക്ഷ്മമായി പറയുന്ന കാര്യങ്ങൾ നോക്കൂല. അപ്പത്തെ കാര്യങ്ങൾ, അപകടരഹിതമായ കാര്യങ്ങൾ പറയുകയും സൂക്ഷ്മമായി പറയുന്ന കാര്യങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ ഒരു അരിക്കൽ രീതി, ഒരു അരിപ്പയുടെ ഒരു സമ്പ്രദായം ഇന്ന് പോലും കേരളത്തിൽ, ഉത്തരാധുനികം എന്ന് പറയുന്ന കേരള സമൂഹത്തിലുണ്ട്. പിന്നെ അക്കാലത്തെ കാര്യം പറയേണ്ടതില്ല. അപ്പൊ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ആണ് നാടകം ഉണ്ടായത്. ആ നാടകം ഒരു വൃത്തിയായിട്ട് കളിക്കാൻ വേണ്ടി സാധിച്ചു. 100ഓളം സ്ഥലത്ത് കേരളത്തിൽ ഒരു വർഷത്തിനുള്ളിൽ കളിക്കാൻ വേണ്ടി, പൈസക്ക് വേണ്ടിയല്ല, അതിൽ നിന്ന് ഒരു വരുമാനം വലുതായിട്ടുണ്ടായിരുന്നു. നാടകത്തിന് ചെലവ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ആ പയ്യന്നൂരിലുള്ള പയ്യന്നൂരിന്റെ ഭാഗമായിട്ടുള്ള അന്നൂരിലെ ഒരു കലാസമിതിയാണ് ആ നാടകം അവതരിപ്പിച്ചത്. അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് കേളുകാരുടെ ജീവിതത്തെ ഏതാണ്ടൊക്കെ സ്പർശിച്ചു പോകുന്ന, അദ്ദേഹത്തിന്റെ യഥാർത്ഥ സംഘർഷങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നാടകം ആണ്. പിന്നീട് പുസ്തകമായി ഇംഗ്ലീഷിൽ വന്നു, പലപ്പോഴും പാഠപുസ്തകമായി. അതിനുശേഷം കേളുകാരുടെ ജീവിതത്തെ കുറിച്ച് PhD പഠനങ്ങളടക്കം നടന്നു. അപ്പോൾ കേളുകാർക്ക് ഒരു പുതിയ ജന്മം കൊടുക്കാവുന്ന ഒരു പ്രവർത്തനമായി ഞങ്ങൾ വിചാരിക്കാതെ ആ നാടകം വളർന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കേളുകാർ പുതിയ പഠനങ്ങളിലൂടെ പുതുതായി കണ്ടെടുക്കപ്പെടും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കയ്യിലിനി ഒരു മാക്സിമം പോയാൽ 5 മിനിറ്റേ ഉള്ളൂ. ഒരു റൗണ്ട് കൂടി വരാനുള്ള സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ പാനലിസ്റ്റുകൾ സംസാരിക്കും. സദസ്സ് കൂടി ഇടപെടുമ്പോഴാണ് ഇത്തരം ഒരു സംവാദം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക.
അതുകൊണ്ട് അടുത്ത അവസരം സദസ്സിനുള്ളതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. മൈക്ക് അങ്ങോട്ട് കൊടുക്കാം. ആർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്ന് കരുതുന്നു. നമുക്ക് ഈ ഒരു ഡിസ്കഷൻ, ഈ സംവാദം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് നമ്മുടെ രണ്ട് പാനലിസ്റ്റുകൾക്കും ഓരോ 1-2 മിനിറ്റ് എടുത്ത് അവരുടെ ആശയങ്ങൾ കൂടി പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സമഗ്രമായിട്ട് ഈ പറഞ്ഞതിന് ഒരു കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു പോയിന്റ് അത്രമാത്രം ഞാൻ പറയുന്നത് ഒന്നുമില്ല. നമ്മൾ ചരിത്രത്തിൽ ഏത് വ്യക്തികളും അവർ ജീവിക്കുന്ന സമൂഹത്തോട് വളരെ വൈരുദ്ധ്യാത്മകമായി ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന് നമ്മളുടെ ആശയങ്ങളും സമൂഹത്തിൻ്റെ ആശയങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിനകത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചിലത് രൂപപ്പെടും, ചില കോൺട്രഡിക്ഷനായിട്ട് ചിലത് രൂപപ്പെടും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തോട് കലഹിച്ചുകൊണ്ടും യോജിച്ചുകൊണ്ടും തൻ്റെ ജീവിതം നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് വിദ്വാൻ പി കേളു നായർ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളോടും സാധ്യതകളോടും കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുകയും കൂടി ചെയ്തത്. മാർക്സ് പണ്ട് പറഞ്ഞു വെച്ചതുപോലെ മെൻ മേക്സ് ഹിസ്റ്ററി ബട്ട് ഇറ്റ് ഡു നോട്ട് പ്ലീസ് യു ഓൾവേസ് എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ചരിത്രം നിർമ്മിക്കുന്നത്, പക്ഷേ ഇതെപ്പോഴും നമ്മളെ സന്തോഷിക്കാൻ വേണ്ടി ആവണം എന്നില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ആശയാഭിലാഷങ്ങൾ അതാത് കാലത്ത് ചിലപ്പോൾ തിരസ്കരിച്ചാലും അതിൻ്റെ സമയം വരുന്ന ഘട്ടത്തിൽ അവയൊക്കെ തന്നെ സ്വീകരിക്കപ്പെടും, അന്വർത്ഥമാകപ്പെടും എന്നുള്ളതാണ് ഈ സദസ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമസ്കാരം. അവസാനമായി വളരെ ചുരുക്കി പറയാനുള്ളൊരു കാര്യം, ഈ സാമൂഹ്യ പ്രവർത്തനം, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനം, അതായത് കലാപ്രവർത്തനം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? അല്ലെങ്കിൽ അതെന്താണ്, ഏത് മട്ടിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ജീവിതം നയിച്ച വ്യക്തിത്വം എന്ന നിലയിൽ പുതിയ കാലത്ത് കേളു നായർമാരെ ആവശ്യമുണ്ട്. തീർച്ചയായും കേളു നായരെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സെഷന്റെ ഒരു അവസാന വാക്യം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് ഉപകരിക്കുമാറ് ഈ സെഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അത് ഈ സെഷന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയമായി ജീവിക്കുകയും സ്വന്തം മരണത്തെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്ത ആളാണ് വിദ്വാൻ കേളു നായർ എന്ന ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോയി എത്തുന്നത്. എത്ര കാലം ജീവിച്ചു എന്നല്ല, എത്ര വർഷം ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നല്ല, അയാൾ വർഷിച്ച ജീവിതത്തിന്റെ ഗ്രാവിറ്റി എത്ര ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ചരിത്രം ഒരാളെ ഓർത്തു വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ചരിത്രത്തിൽ സ്വന്തമായ ഒരു ഇരിപ്പിടം നേടാനും പിന്നാലെ വരുന്നവരെ മുഴുവൻ ഉത്തേജിപ്പിക്കാനും കഴിയുന്ന ഒരു ജീവിതമായിരുന്നു
കേളുനായരുത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് തീർച്ചയായും ഇവിടെ ഇരുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ കേളുനായരിലേക്ക് സഞ്ചരിക്കാനും അദ്ദേഹം നടന്ന വഴികളിലൂടെ നമ്മുടെ വഴികൾ കൂട്ടിമുട്ടുന്ന ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു പ്രചോദനമാകും എന്ന് കരുതുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത രാജഗോപാൽ മാഷുക്കും അനീഷ് മാഷുക്കും സജീവ് മാഷുക്കും ACLF സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദി.